ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലുള്ള തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ നാളെ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, എ പത്മകുമാർ, ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവർക്കൊപ്പം ഇരുത്തി തന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. തന്ത്രിക്കായി പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. എ പത്മകുമാർ, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ നാളെയാണല്ലോ കോടതി പരിഗണിക്കുക. ഒപ്പം ഇനിയും കണ്ഠരരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു SITക്ക്, അല്ലേ? തീർച്ചയായിട്ടും മായ, ഈ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് എന്ന് പറയുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വളരെ നിർണായകവും അപ്രതീക്ഷിതവുമായ ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് തന്ത്രിയാണെന്ന കാര്യത്തിൽ SITക്ക് ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഒരു സഹായം ചെയ്തു കൊടുത്തപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ലാഭം തന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ് SIT പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിലെ ഈ തന്ത്രിയുടെ വീട്ടിൽ നടത്തിയ മണിക്കൂറുകളോളമുള്ള പരിശോധനയിൽ പ്രധാനപ്പെട്ട രേഖകൾ ഈ SITക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. എന്തായാലും ഈ സാമ്പത്തിക ഇടപാടുകളിൽ ഊന്നിയായിരിക്കും SIT അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക. ഇത്തരത്തിൽ സാമ്പത്തിക ലാഭം ഉണ്ടോ എന്ന കാര്യം വ്യക്തത വരണമെങ്കിൽ ഈ തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാണ്. അതോടൊപ്പം തന്നെ ഈ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, എ പത്മകുമാർ അടക്കമുള്ളവരെ ഈ തന്ത്രിയോടൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനും SIT ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവരുടെയും മൊഴിയിൽ വരുന്ന വൈരുദ്ധ്യങ്ങളൊക്കെ വളരെ നിർണായകമാകും. ഇനി സമർപ്പിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിൽ ആ മൊഴി വളരെയധികം നിർണായകമാകും. ആ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ തന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നതും അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുന്നതുമൊക്കെ. എന്തായാലും ഇന്നലെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വീണ്ടും പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട്. അദ്ദേഹത്തെ വീണ്ടും തിരുവനന്തപുരം ജില്ലാ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഒരു അവസരത്തിൽ ഉടൻ തന്നെ SIT ഈ തന്ത്രിക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും എല്ലാം കോടതി ഒരുമിച്ചായിരിക്കും പരിഗണിക്കുക. അതേസമയം എ പത്മകുമാറിന്റെയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധന്റെയും ജാമ്യ ഹർജികൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ഈ റിപ്പോർട്ടുകൾ, അതായത് SIT നേരത്തെ ഇവർക്കെതിരെ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ ഈ കോടതി വിശദമായി പരിശോധിക്കും. അതിനുശേഷമായിരിക്കും കോടതി എന്ന നിലപാടെടുക്കുമെന്നുള്ളതും വളരെ നിർണായകമാണ്. മായ, ദേവികയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.